അങ്ങനെ വീണ്ടും പതിപോലെ ഡേ 3 അഫ്സലിനൊരു കൈത്താങ്ങായിട്ട് ആദ്യം ചെന്നത് നമ്മുടെ സുഹൃത്തായ അഫ്സലിൻ്റെ കടയിലാണ്. അവിടെ സന്തോഷത്തോടെയാണ് പൈസ ഇട്ടുന്നത്. പിന്നീട് ചെന്ന കടയിലാണെങ്കിൽ അവിടെ ഓണറില്ല എന്നുള്ള പേരിൽ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ പതിവ് പോലെ തന്നെ പല കടകളിലും ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ഓരോ കടകളിലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഓരോരുത്തരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സംഭാവന ചെയ്തു. ചില കടകളിലാണെങ്കിൽ വെറും 10 രൂപയാണ് സംഭാവന ചെയ്തത്. എൻ്റെ അമ്പോ, ഒരു രക്ഷയില്ലാത്ത അതികഠിനമായ വെയിലാണ്, ചൂട് അത്രമാത്രമുണ്ട്. ഇപ്പോൾ 2 വീലറിലാണ് പിരിക്കാൻ ഇറങ്ങിയത്. കാരണം വെച്ചാൽ 2 വീലറാകുമ്പം നമുക്ക് ഒട്ടുമിക്ക കടകളും കവർ ചെയ്യാൻ പറ്റും. 4 വീലറാണെങ്കിൽ അറിയാമല്ലോ, ഭയങ്കര കൺജസ്റ്റഡ് ഏരിയയാണ്, മൊത്തം റോഡ് ബ്ലോക്കാണ്. കാരണം ഡിസംബർ മാസമാണ്ട് ടൗണിലും എല്ലാ കടകളിലും നല്ല സെയിൽ നടക്കുന്ന സമയമാണ്. ഒരു ബക്കറ്റുമായിട്ട് റോഡ് നീളെ കടകൾ കയറി ഇറങ്ങി പിരിക്കുക എന്നുള്ളത് വലിയ റിസ്ക്കാട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഓർത്തില്ല ഇത്രയും റിസ്ക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഒരു കടയിൽ നിന്ന് ഒരു 50 രൂപ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണ്. പക്ഷെ പല കടകളിലും തരുന്നത് 10 രൂപ 20 രൂപ കണക്കാണെങ്കിൽ നമ്മുടെ മാനസികമായുള്ള ഒരു സമ്മർദ്ദം ഉണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ളൊരു ഇൻകം ഇല്ലെങ്കിൽ എമൗണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു വശം മാത്രമേ ഉള്ളൂ. കയറി ഇറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഏത് കടയിലും കയറി ഇറങ്ങി പിരിക്കാനുള്ളൊരു തൻ്റെ ഇടവും തൊലിക്കടയും എനിക്കുണ്ട്. എനിക്ക് പേഴ്സണലി പരിചയമുള്ള കടകളിൽ നിന്നും 50 100 തന്നു. ബാക്കിയുള്ള കടകളിൽ നിന്നെല്ലാം കിട്ടിയ പിരിവെന്ന് പറയുമ്പം 10 20 രൂപയാണ്. അത് കൂടുതലും മുല്ലക്കൽ ടൗൺ ലൊക്കാലിറ്റിയിൽ അവിടെ നല്ല തന്ന എമൗണ്ട് എന്നെല്ലാം പറയുമ്പം 20 രൂപയാണ്. അതെല്ലാം കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു വിഷമമാണ് കേട്ടോ. നമ്മൾ ഈ കടകളിൽ കയറുമ്പോഴേ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ചെറുകിട കച്ചവടക്കാരാണ്. വലിയ കടകൾ കയറിയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അവർ പൈസ ഇടത്തില്ല. നമ്മൾ അങ്ങനെയുള്ള കടകൾ കയറി നല്ല ബിസിനസ് നടത്തി കൊടുക്കും. പക്ഷേ അങ്ങനെയുള്ള കടകളിൽ കയറാൻ പാടില്ല. ഞാൻ ഈ കടകളിൽ കയറിയ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു 100 രൂപയ്ക്ക് 100, 200 രൂപയ്ക്ക് 200 ഇട്ടത് ചെറിയ കച്ചവടക്കാരാണ്. വലിയ കടക്കാരും വലിയ എമൗണ്ട് ഇട്ടില്ല. അവർ 10 20 നോട്ടാണ് കൂടുതൽ നമുക്ക് ഇട്ട് തന്നത്. ഇത് ഈ കാണുന്ന സിയാദിൻ്റെ കടയിൽ ഞാൻ ചുമ്മാ കയറിയാണ്. പക്ഷെ അവനെ എനിക്കൊന്ന് 100 നോട്ടാണ് ഇട്ടുന്നത്. അവൻ്റെ ആ മനസ്സിനല്ലേ ഒരു നന്ദി അറിയിക്കുന്നു. കാരണം നമ്മളൊരു ബക്കറ്റുമായിട്ട് ഒരു കൈത്താങ്ങ് അഫ്സലിനൊരു കൈത്താങ് എന്നുള്ള ഒരു പോസ്റ്ററും കൂടെ ഒട്ടിച്ചിട്ടാണ് ചെന്നത്. എന്നിട്ട് പോലും പല കടക്കാരോട് ഇതിൻ്റെ കാരണം വ്യക്തമാക്കണം. അങ്ങനെ പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം പറ്റി തൊണ്ട അടഞ്ഞിരിക്കുകയാണ് എൻ്റെത്. ഇനി എന്തായാലും ഇൻഷാ അല്ലാ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. വേറെ ഒന്നുമല്ല, ഇനി ബക്കറ്റുമായിട്ട് ആളുകളുടെ മുന്നിലേക്ക് ഞാൻ പോകത്തില്ല. കാരണം വെച്ചാൽ അവരുടെ മുഖത്തുള്ള ചുളിവും പിന്നെ ഈ കടയിൽ ആളുണ്ടെങ്കിൽ പോലും ഇല്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റവും അതെല്ലാം ഒഴിവാക്കണം. കാരണം എന്താ അറിയുമോ, നാളെ രോഗം ആർക്കാണ് പടച്ചവൻ തരുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ സഹായിച്ചാൽ അതിൻ്റെ 10 മടങ്ങ് പടച്ച റബ്ബ് കൊണ്ടുതരും. ഈ കടയെല്ലാം പയ്യൻ നല്ല സ്നേഹത്തോടെയാണ് നമുക്ക് ഫണ്ട് ഇട്ടുന്നത് കേട്ടോ. നമ്മൾ ടൗണിലെ വലിയ കടകളിൽ കയറുമ്പം ഒരു പ്രതീക്ഷയുണ്ട്, അവർ ഈ ഒരു ബക്കറ്റ് കാണുമ്പം കാര്യങ്ങൾ വിശദീകരിച്ച് പറയുമ്പോൾ എന്തെങ്കിലും സഹായിക്കും. ഒരു മിനിമം 500 ഇടുമെന്ന് കരുതി അത്രമാത്രം കച്ചവടമുള്ള കടകളാണ്. പക്ഷേ അവിടെ നിന്ന് കിട്ടിയത് 50 കേട്ടോ. പല കടകളിലും പല ആൾക്കാർ ഓൾറെഡി പുള്ളിക്കാരന് ഗൂഗിൾ പേ കൊടുത്തിട്ടുണ്ട്. ഹബീബ് ജ്വല്ലേഴ്സിലെല്ലാം കയറിയപ്പം മുല്ലക്കൽ ജ്വല്ലറി അവിടെ കയറിയപ്പോൾ ഓൾറെഡി 1000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തു. ഈ ഞാൻ പല കടകളിലും കയറി ഇറങ്ങുമ്പോൾ അവരോട് ചോദിക്കും, ഇവിടെ കച്ചവടം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഉള്ളതുപോലെ സഹായിക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് മൂടി തുറന്നു കൊടുക്കുന്നത്. പല കടകളിലും കയറി ഇറങ്ങി പ്രതീക്ഷിച്ചത്ര എമൗണ്ട് കിട്ടിയില്ല. അപ്പോൾ സഹായിച്ച എല്ലാവർക്കും അകമൊഴി നന്ദി. സഹായിക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത്, പടച്ചവൻ തരുന്നതാണ് രോഗങ്ങളെല്ലാം. ആ രോഗം തന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം മൊത്തം നഷ്ടമാകും. അപ്പോൾ നാളെ ഇപ്പോൾ എന്നെപ്പോലെ വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ സഹായിക്കുക, ജനുവിനാണെന്ന് തോന്നുകയാണെങ്കിൽ സഹായിക്കുക, സഹകരിക്കുക. അപ്പോൾ ഇന്നത്തോടുകൂടി എൻ്റെ പിരിവ് അവസാനിക്കുകയാണ്. ഇനി മുതൽ പിരിക്കുന്നില്ല. പേഴ്സണലി പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ച് കിട്ടിയ ഇൻകം അവനെ വരും ദിവസങ്ങളിൽ അഫ്സലിൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുകൊടുക്കും. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യുക. അവൻ്റെ ആയുസ്സിന് വേണ്ടി ഒരു കുടുംബവും നാട്ടുകാരും മൊത്തം പ്രതീക്ഷയിലാണ് അവന് വേണ്ടി.